Hi dear friends, welcome to another previous question. Question ഇതാണ്, ആൻറ്റിബോഡികളെ പോലെ പ്രവർത്തിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ ഏതാണ്? ബിവറേജസ് LD+2 പ്രിലിംസിനൊക്കെ ചോദിച്ച നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ആൻറ്റിബോഡികളെ പോലെ പ്രവർത്തിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ ഓപ്ഷൻ എ ഫൈബ്രിനോജനും, ബി ഗ്ലോബുലിനും, സി ആൽബുമിനും, ഡി പ്രോത്രോംബിനും ഒക്കെ ആയിരുന്നു. നമുക്കൊരു ഓപ്ഷനായിട്ട് നോക്കാം. ഓപ്ഷൻ എ ഫൈബ്രിനോജൻ. എന്താണ് ഫൈബ്രിനോജൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തത്തിൽ കാണപ്പെടുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഏതാ? ഫൈബ്രിനോജിൻ. അപ്പോൾ അതല്ല ആൻസർ. ഓപ്ഷൻ ബി ഗ്ലോബുലിൻ. ആൻറ്റിബോഡികളെ പോലെ പ്രവർത്തിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഗ്ലോബുലിനാണ്. അപ്പോൾ ആൻസർ ഗ്ലോബുലിനാണ്. അടുത്ത ഓപ്ഷൻ സി ആൽബുമിൻ. ആൽബുമിൻ എന്താണെന്ന് ചോദിച്ചാൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീനാണ് ആൽബുമിൻ എന്ന് പറയുന്നത്. രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ എന്ന് ചോദിച്ചാൽ അത് ആൽബുമിനാണ്. അതുപോലെ തന്നെ രക്തത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്ലാസ്മ പ്രോട്ടീൻ എന്ന് ചോദിച്ചാൽ അതും ആൽബുമിനാണ്. അപ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ ഫൈബ്രിനോജൻ, ആൻറ്റിബോഡിയെ പോലെ പ്രവർത്തിക്കുന്നത് ഗ്ലോബുലിൻ, രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന രക്തത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ എന്ന് ചോദിച്ചാൽ അത് ആൽബുമിനാണ്. ഇനി ഓപ്ഷൻ ഡി ഒരു പ്രോത്രോംബിനുണ്ട്. അത് പ്ലാസ്മ പ്രോട്ടീൻ അല്ല, എന്നാൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തത്തിൽ കാണപ്പെടുന്ന മറ്റൊരു മാംസ്യമാണ് ഏതാ? പ്രോത്രോംബിൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.